ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി 2 പാർട്ട് ചെയ്തു. ഇന്നലെയും മിനിഞ്ഞാന്ന് തൊട്ട് 2 പാർട്ട് ചെയ്തു. ഇന്ന് നമ്മൾ അതിന്റെ 3ാമത്തെ പാർട്ട് 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ സ്ഥിരം ഇങ്ങനെ 5 ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയാണ്, ദ ഇലക്ഷൻ ഫീസ് to be remitted by Circle Cooperative Union for the election of Circle Cooperative Union members is. അപ്പം സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ട അവർക്കറിയാം, അവരുടെ കമ്മിറ്റി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എത്ര രൂപയാണ് ഇലക്ഷൻ ഫീസ് അടയ്ക്കേണ്ടത് അല്ലെ. പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഓഫ് ഫീ ആണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഇലക്ഷൻ ഫീസ് ടു ബി റെമിറ്റഡ് ബൈ CCU അല്ലെങ്കിൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ അല്ലെ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന് എന്താണ്, അവരുടെ യൂണിയൻ മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷനിലേക്ക് വരുന്ന ഫീസ് എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്നാണ് പറയുക. ഇത് എവിടെയാണ് പറയുക എന്ന് വെച്ചാൽ റൂൾ 35E ഓർത്ത് വെച്ചേക്കുക. എവിടെ പറയുക? റൂൾ 35E പറയുക, പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഓഫ് ഫീ. പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഓഫ് ഫീ എന്ന് ഓർത്ത് വെച്ചില്ലേ. പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഓഫ് ഫീ, ഫീസ് അടയ്ക്കുന്നതിന്റെ നടപടിക്രമങ്ങളാണ്. അപ്പൊ ഇവിടെ വളരെ വിശദമായിട്ട് റൂളിൽ പറയുന്നുണ്ട്. റൂള് 35E. റൂള് വീണ്ടും മനസ്സിലാക്കുക, റൂളിലാണ് പറയുക, ചട്ടത്തിലാണ് പറയുക. എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാ സഹകരണ സംഘങ്ങൾ ഓർ കോപ്പറേറ്റീവ് യൂണിയൻ അല്ലെങ്കിൽ സഹകരണ യൂണിയൻ എന്ത് ചെയ്യണം? ഷാൾ പേ ഫോർ ഇലക്ഷൻ ടു ഗവൺമെന്റ്. ഇപ്പൊ ഇലക്ഷൻ എന്താണ്? ഇലക്ഷൻ ഫീസ്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഫീസ് ആർക്കാ അടയ്ക്കേണ്ടത്? ഫോർ എലക്ഷൻ ടു ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റിലേക്കാണ് ഫീസ് അടയ്ക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ പറയണം, സെപ്പറേറ്റ്ലി ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻ ടു ദ മാനേജിംഗ് കമ്മിറ്റി ആൻഡ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി. അപ്പം റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി അതുപോലെ തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെ, മാനേജിംഗ് കമ്മിറ്റി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പം എല്ലാ സംഘങ്ങൾക്കും റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഇല്ല. നമുക്കറിയാം, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ നമ്മൾ ഇലക്ഷനിലൂടെയാണ് തിരഞ്ഞെടുക്കുക. അപ്പം 2 കൊല്ലത്താണെങ്കിൽ വ്യത്യസ്തമായിട്ട് തന്നെ അടയ്ക്കണം അല്ലെ. മാനേജിംഗ് കമ്മിറ്റിക്ക് ഒരു ഫീ ആണ്, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഉണ്ടെങ്കിൽ അതിന് മറ്റൊരു ഫീസ് അടയ്ക്കണം എന്ന് ഓർത്ത് വെച്ച് കേട്ടോ. എന്താണ്? സെപ്പറേറ്റ് ആയിട്ട് അടയ്ക്കണം എന്ന് പറയും. സെപ്പറേറ്റ്ലി ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻ ടു ദ മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ടു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ആസ് ഷോൺ ബിലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ പറയുകയാണ്, അപ്പെക്സ് സൊസൈറ്റിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോ ആണെങ്കിൽ, അപ്പെക്സ് സംഘമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, അപ്പെക്സ് സംഘമോ അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ യൂണിയനോ ആണെങ്കിൽ എത്ര രൂപ അടയ്ക്കണം? 7,500 rupees അടയ്ക്കണം. 7,500 അപ്പെക്സ് സംഘമോ അല്ലെങ്കിൽ SSCO ആണെങ്കിൽ 7,500 അടയ്ക്കണം. ഇനിയും പറയുകയാണ്, സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റി, സെൻട്രൽ ആൻഡ് ഫെഡറൽ സംഘമാണെങ്കിൽ 4,500 4,500 രൂപ അടയ്ക്കണം. ഇനിയും പറയുന്നത് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഹൗസിംഗ് സംഘങ്ങൾ, വായ്പാ സംഘങ്ങൾ ആൻഡ് ഹൗസിംഗ് സംഘങ്ങൾ അല്ലെ പറയുന്നുണ്ട്. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസ് ആണെങ്കിൽ എത്രയാണ്? 3,000 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനിയാണ് അതർ സൊസൈറ്റി, ഇതിലൊന്നും പെടാത്ത മറ്റ് സംഘങ്ങൾ, അതർ സൊസൈറ്റീസ് ആൻഡ് അല്ലെങ്കിൽ അതർ സൊസൈറ്റീസോ CCU ആണെങ്കിൽ മക്കളെ വെറും 1,500 രൂപ അടച്ചാൽ മതി. ക്വസ്റ്റ്യൻ ഇതാണ്, ഇലക്ഷൻ ഫീസ് ടു ബി റെമിറ്റഡ് ബൈ CCU അടയ്ക്കേണ്ട ഇലക്ഷൻ ഫീ എത്രയാണ്? അവിടെ മാനേജിംഗ് കമ്മിറ്റി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് CCU അടയ്ക്കേണ്ട ഫീസ് 1,500 ഗവൺമെന്റിലേക്കാണ് അടയ്ക്കുക എന്ന് ഓർത്ത് വെച്ചേക്കുക. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിലാക്കിയേക്കുക, വേണമെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓഫീസേഴ്സ് ഷാൾ ഹാവ് ദ പവർ ഓഫ് സിവിൽ കോർട്ട് ഇൻ എക്സർസൈസിങ് ദെയർ ഫങ്ഷൻസ്. താഴെ പറയുന്നതിൽ ആർക്കൊക്കെയാണ് സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ചില സാഹചര്യങ്ങളിൽ അവരുടെ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ സിവിൽ കോടതിയുടെ അധികാരങ്ങൾ കിട്ടുന്നത്? ഓപ്ഷൻ എ പറയുന്നു RCS, ഓപ്ഷൻ ബി പറയുന്നു ആർബിട്രേറ്റർ, ഓപ്ഷൻ സി പറയുന്നു ട്രിബ്യൂണൽ, ഓപ്ഷൻ ഡി പറയുന്നു ഓൾ ഓഫ് ദീസ്. ഏത് ആൻസർ? വളരെ സിമ്പിൾ ആണ്. എന്താണ്? എല്ലാവർക്കും എന്താണ് സിവിൽ കോടതിയുടെ ചില അധികാരങ്ങൾ ഉണ്ടാകും എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിസലേനിയസ് സൊസൈറ്റി. ഇപ്പൊ താഴെ പറയുന്നതിൽ മിസലേനിയസ് സംഘം അല്ലെ, മിസലേനിയസ് സംഘത്തിന്റെ സവിശേഷത അല്ലാത്തതെന്നാ ചോദ്യം. നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിസലേനിയസ് സൊസൈറ്റി. അപ്പൊ മിസലേനിയസ് സൊസൈറ്റിയുടെ ക്യാരക്ടർ താഴെ പറയുന്നതിൽ ഏതാണ് അല്ലാത്തത് അല്ലെ? ഇതില് പറയുന്നുണ്ട്. മിസലേനിയസ് സൊസൈറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടോ അല്ലെ. മിസലേനിയസ് സംഘങ്ങൾ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമുക്ക് മിസലേനിയസ് സൊസൈറ്റീസ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഈ മിസലേനിയസ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഈ ഡെഫിനേഷൻ ഉണ്ടല്ലോ അല്ലെ, നമ്മുടെ ഡെഫിനേഷനിൽ LAയിലാണ്, LA അല്ലെ, LAയിലാണ് ഈ മിസലേനിയസ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത്.
LAയിലാണ് മിസലേനിയസ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് നോക്കാം അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഓൺലി ഫ്രം മെമ്പേഴ്സ്. പറയാണ് അംഗങ്ങളിൽ നിന്ന് മാത്രം നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. ഓപ്ഷൻ ബി പറയാണ് നോ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ഫ്രം നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറിന്റെ കയ്യിൽ നിന്ന് ഇവര് നിക്ഷേപം സ്വീകരിക്കില്ല. പിന്നെ പറയുന്നത് ഓൾ ടൈപ്പ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് സ്കെമാറ്റിക്സ് ലോൺസ് ഇഷ്യൂഡ് ടു മെമ്പേഴ്സ്. ഇത് ഒരു മിസലേനിയസ് സംഘം എന്ത് ചെയ്യാണ്, എല്ലാ തരത്തിലുള്ള അഗ്രികൾച്ചറൽ ആൻഡ് സ്കെമാറ്റിക് ലോൺസുകൾ അംഗങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, ഓപ്ഷൻ ഡി പറയാണ് എയും ബിയും മാത്രമാണ് എന്തെന്ന് ഇവിടെ ആൻസർ ആയിട്ട് വരുത്തുള്ളത് അല്ലേ. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം. അപ്പൊ ആദ്യം ഇവരോട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. മിസലേനിയസ് സൊസൈറ്റിയെ കുറിച്ച് ഞാൻ വീണ്ടും പറയുന്നു, LAയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞാണ് മിസലേനിയസ് സൊസൈറ്റീസ് മീൻസ് അല്ലെ. മിസലേനിയസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മീൻസ് സൊസൈറ്റീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഇൻ വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദയർ മെമ്പേഴ്സ് ഓൺലി. അപ്പം എന്താണ്, അംഗങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും ഇവര് എന്ത് ചെയ്യുന്നത്, നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പൊ ഇത് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെ, ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ പറയാം നോ ഡെപ്പോസിറ്റ് ഷാൾ ബി അക്സെപ്റ്റഡ് ഫ്രം നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറിൽ നിന്ന് അവര് നിക്ഷേപങ്ങൾ സ്വീകരിക്കില്ല. ഇത് മിസലേനിയസ് സംഘത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ സവിശേഷതകളാണ്. ഇനിയും അവിടെ പറയുന്നുണ്ട് ആൻഡ് എന്താ ഷാൾ അണ്ടർടേക്ക് ബിസിനസ് ആക്ടിവിറ്റീസ് ഫോർ ദ വെൽഫെയർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അവരുടെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടി ബിസിനസ് ആക്ടിവിറ്റീസുകൾക്ക് അണ്ടർടേക്ക് ചെയ്യാറുണ്ട് അല്ലെ. ബൈലോ പ്രകാരം ഒക്കെ അവർ എന്താണ് ബിസിനസ് പറഞ്ഞിങ്ങനെയാണ്. ആൻഡ് ഷാൾ അണ്ടർടേക്ക് ബിസിനസ് ആക്ടിവിറ്റീസ് ഫോർ ദ വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. അവരുടെ മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടി ബിസിനസ് ആക്ടിവിറ്റീസുകളൊക്കെ അണ്ടർടേക്ക് ചെയ്യാറുണ്ട്. ആസ് പെർ ദ ബൈലോ പ്രകാരം ആദ്യം കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് ഷാൾ ഇഷ്യൂസ് ലോൺ ഓൺലി ടു മെമ്പേഴ്സ്. അംഗങ്ങൾക്ക് മാത്രമേ അവർ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ പറയാണ് പ്രൊവൈഡഡ് ദാറ്റ് എന്നിരുന്നാലും നോ അഗ്രികൾച്ചറൽ ലോൺ ഓർ സ്കെമാറ്റിക് ലോൺ ഷാൾ ബി ഇഷ്യൂഡ് ടു ദ മെമ്പേഴ്സ് എക്സെപ്റ്റ് ദ ലോൺസ് ഫോർ ദ വെൽഫെയർ ഓഫ് ആക്ടിവിറ്റീസ്. അപ്പൊ എന്താണ്, എന്ത് കൊടുക്കാറില്ല ഇവിടെ, നോ ആണ് അല്ലെ. നോ അഗ്രികൾച്ചറൽ ലോൺസ് ഓർ സ്കെമാറ്റിക് ലോൺസ്. അപ്പൊ അഗ്രികൾച്ചറൽ ലോണുകളോ സ്കെമാറ്റിക് ലോൺസുകളോ എന്താണ് ഇഷ്യൂഡ്. നോ അഗ്രികൾച്ചറൽ ലോൺസ് ഓർ സ്കെമാറ്റിക് ലോൺ ഷാൾ ബി ഇഷ്യൂഡ് ടു മെമ്പേഴ്സ് എക്സെപ്റ്റ് ദ ലോൺസ് ഫോർ വെൽഫെയർ ആക്ടിവിറ്റീസ്. അപ്പൊ ഈ മൂന്നാമത്തത് എന്താണ്, ഇതിന്റെ സവിശേഷതയല്ല, ഇഷ്യൂ ചെയ്യില്ല അല്ലെ, ഇവർ ഇഷ്യൂ ചെയ്യില്ല. സോ അവിടെ ആൻസർ വരുന്നത് ഏതാണ് മക്കളെ, ആൻസർ വരുന്നത് സി ആണെന്ന് ഓർത്ത് വെച്ചിരുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാനേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് an application for registration of a cooperative society shall be disposed of within dash from the date of receipt of application. ഒരു സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ രജിസ്ട്രാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എത്ര ദിവസത്തിനകമായിട്ട് അല്ലെ, അപേക്ഷ കിട്ടി എത്ര ദിവസത്തിനകമായിട്ട് അതിന്മേൽ തീരുമാനമെടുക്കണം. ഡിസ്പോസ് ഓഫ് എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ രജിസ്ട്രാറാണ്, എൻ്റെ ഒരു സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അപേക്ഷ കിട്ടി എത്ര ദിവസത്തിനകമായിട്ട് ഞാൻ അതിന്മേൽ തീരുമാനമെടുക്കണം. തീരുമാനം മീൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും, എല്ലാം ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്താൽ എന്നാണോ റിജക്ട് ചെയ്യുന്നത് അന്ന് മുതൽ 15 ദിവസമായിട്ട് തനത് പാർട്ടിയെ അറിയിക്കണം ആസ് പെർ സെക്ഷൻ 7 സബ്സെക്ഷൻ 2. അപ്പോൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പ്രകാരം നമ്മൾക്ക് കിട്ടിയ അപേക്ഷ നമ്മൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ റിജക്ട് ചെയ്ത് 15 ദിവസമായിട്ട് തനത് പാർട്ടിയെ അറിയിക്കണം, ഇന്ന കാരണം കൊണ്ട് റിജക്ട് ചെയ്തു എന്ന്. അപ്പം ടോട്ടൽ നമ്മുടെ മുൻപിൽ എത്ര ദിവസം ഉണ്ടെന്നാണ് പറയുക, 60 ദിവസം ഉണ്ട് കേട്ടോ. 60 ദിവസമായിട്ട് നമ്മൾ അപേക്ഷയിന്മേൽ തീരുമാനമെടുക്കണം. ഓക്കെ, അതായത് തീരുമാനമെടുക്കണം നമ്മൾ. ഡിസ്പോസ് ഓഫ് ഇൻ ദാറ്റ് മീൻസ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ, എല്ലാ വ്യവസ്ഥകളും ഓക്കെ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. ഒന്നും ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്ത് വിട്ടേക്കുക. എന്തും ആയിക്കോട്ടെ, പക്ഷെ 60 ദിവസം നമ്മുടെ തീരുമാനം കൈക്കൊള്ളണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിവേദനം നോക്കാണ്ട് പോകും, റെപ്രസെന്റേഷനും കൊണ്ട് പോകും. 60 ദിവസത്തോടെ നമ്മൾ തീരുമാനം എടുക്കുന്നെങ്കിൽ നിവേദനം കൊണ്ട് തനത് പാർട്ടി പോകും. അല്ലെങ്കിൽ ഞാൻ വളരെ വിശദമായിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ ആണല്ലേ? സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ മെമ്പർ അഡ്മിറ്റഡ് വിത്തിൻ ഡാഷ് ഡേയ്സ് ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ ഷാൾ നോട്ട് ഹാവ് ദ റൈറ്റ് ടു വോട്ട്. അതായത് ഇലക്ഷന്റെ എത്ര ദിവസത്തിനുള്ളിലായിട്ട് വരുന്നവർക്കാണ് വോട്ടവകാശമില്ലാത്തത്. എ മെമ്പർ അഡ്മിറ്റഡ് വിത്തിൻ ഡാഷ് ഡേയ്സ് ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ. ഇപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഒരു ഇലക്ഷൻ ഡേറ്റ് എന്നാ പറയുക. ഓക്കെ, 5/2/2026 ഇലക്ഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, 5/2/2026 ഇലക്ഷൻ ഡേറ്റ്. അപ്പം 4/2 വരുമ്പം ഡേ 1 അല്ലെ, 3/2 വരുമ്പം ഡേ 2 അല്ലെ, 2/2 വരുമ്പം ഡേ 3. ഇങ്ങനെ തൊട്ട് പുറകോട്ട് ഇങ്ങനെ 60 ദിവസം വരെ നമ്മൾ കണക്കാക്കുക. ഇലക്ഷൻ ഡേറ്റിന്റെ തൊട്ടു പിറകിലുള്ള 60 ദിവസം പറയുന്നത് എന്താണ്, ഈ 60 ദിവസത്തിനുള്ളിലായിട്ട് ഏതെങ്കിലും ഒരു അംഗത്തിന് അല്ലെ ആർക്കെങ്കിലും നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തെന്ന് വിചാരിക്കുക. ഇലക്ഷന്
ഇലക്ഷൻ ഡേറ്റിന്റെ തൊട്ടു പിറകിലേക്കുള്ള 60 ദിവസം അല്ലേ? ഇന്നലെ ആകുമ്പോൾ ഡേ 1, ഇനിയാന്നാകുമ്പോൾ ഡേ 2, അതിന്റെ ഇനിയാന്നാകുമ്പോൾ ഡേ 3, ഇങ്ങനെ പുറകോട്ട് 60 ദിവസം വരെ നോക്കുക. ഈ 60 ദിവസത്തിനാവുമായിട്ട് സംഘത്തിൽ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർക്ക് എന്തില്ല? വോട്ടവകാശം ഇല്ല. ഓക്കെ, എ മെമ്പർ അഡ്മിറ്റഡ് വിതിൻ 60 days ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ ഷാൾ നോട്ട് ഹാവ് ദ റൈറ്റ് ടു വോട്ട് എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. അതും ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഇതിന് മുൻപ് 61ാം ദിവസം ഒരാൾക്ക് മെമ്പർഷിപ്പ് കിട്ടിയെങ്കിൽ അവന് വോട്ടവകാശമുണ്ട്. തൊട്ട് പിറകിലുള്ള 60 ദിവസത്തിനുള്ളിലായിട്ട് ആരെങ്കിലും അവിടെ മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവന് വോട്ടവകാശമുണ്ട്. 60 ദിവസത്തിനുള്ളിലായിട്ട് മെമ്പർഷിപ്പ് കിട്ടിയ അവന് വോട്ടവകാശമില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ക്വസ്റ്റ്യൻസുകളൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മാക്സിമം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നമ്മൾ എന്നും വീഡിയോസുകൾ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.